കാലം മറന്നു, നമ്മളിവരെയൊക്കെ മറന്നു എന്ന് മാത്രം മറക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ പീഡനത്തിനിരയായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നീക്കം. 2 യുവതികളെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വി ഡി സതീശൻ പക്ഷം ഒരു കാരണവശാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരരുത് എന്ന നിലപാടെടുത്ത് നിൽക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന നാടകീയമായ രംഗങ്ങളായിരിക്കും. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ കടന്നാക്രമിക്കാനിരിക്കുന്ന പ്രതിപക്ഷത്തിനൊരു ആയുധം നൽകലായിരിക്കും അത് വി ഡി സതീശൻ അറിയാം. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഋഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഊർജിതമായ അന്വേഷണമാണ്. പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്, ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രം ചെയ്യാൻ മരുന്നെത്തിച്ച ആളെ വരെ കണ്ടെത്തി കഴിഞ്ഞു. ഇവരൊക്കെ നിരീക്ഷണത്തിലാണ്. കോൾ ഡീറ്റെയിൽസും ശബ്ദരേഖകളും അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ തെളിവുകൾ ശേഖരിച്ചു. ഡോക്ടർമാരുടെ മൊഴി ഉൾപ്പെടെ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഏറെ വൈകാതെ തന്നെ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത്. അതേസമയം തന്നെയാണ് നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങും. സഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ, കേസ്, ശബ്ദരേഖകളെല്ലാം സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ പ്രതിരോധത്തിലാവുക പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്, ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും സംരക്ഷണം ഒരുക്കണമെന്ന അഭിപ്രായം A ഗ്രൂപ്പിനുണ്ട്. അതേപോലെ തന്നെ KPCC നേതൃത്വവും സമാനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതാക്കളുമായൊക്കെ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടി സസ്പെൻഡ് ചെയ്ത കാര്യം സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പാർലമെന്ററി പാർട്ടി ലീഡറായ വി ഡി സതീശനാണ് ഈ കാര്യം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ സസ്പെൻഡ് ചെയ്ത വിവരം അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റെന്തെങ്കിലും കടുത്ത നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഘടകകക്ഷി നേതാക്കളുമായി കൂടിയാലോചന നടത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കേണ്ട ഗതികേടുണ്ടാകുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. അത് ഗൗരവത്തോടെ തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കളെങ്കിലും എടുക്കുന്നു. പക്ഷേ ഒരു ഭാഗം നേതാക്കൾ ഇപ്പോഴും ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്നത്.